നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPIM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് താൻ തമാശയായി പറഞ്ഞതാണെന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രൻ EU ജാഫർ മാസ്റ്ററുടെ വാദം തള്ളി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ. കൂറുമാറി CPMന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലായെന്നും ജാഫർ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്നും മുസ്തഫ പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFും UDFും 7 സീറ്റുകൾ വീതം നേടി തുല്യതയിലെത്തിയിരുന്നു. തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്രനായി വിജയിച്ച EU ജാഫർ മാസ്റ്റർ കൂറുമാറി LDFന് വോട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് CPMലെ KV നഫീസ രണ്ടാം തവണയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും EU ജാഫർ മാസ്റ്റർ പങ്കെടുത്തില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDFന് ലഭിച്ചു. കോൺഗ്രസിൽ നിന്നും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ താൻ അബദ്ധത്തിൽ വോട്ടുമാറി ചെയ്തതാണെന്ന് പറഞ്ഞു ബ്ലോക്ക് മെമ്പർ സ്ഥാനം രാജിവെച്ചു. ഇതിനുശേഷമാണ് ജാഫർ മുസ്തഫയോട് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. തനിക്ക് LDFനോടൊപ്പം നിന്നാൽ പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നും അതുമല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്താൽ 50 ലക്ഷം രൂപ നൽകാമെന്നും CPIM നേതാക്കൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഈ പണം വാങ്ങി താൻ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പോവുകയാണെന്നും ജാഫർ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഇത് വിവാദമാവുകയും കോൺഗ്രസ് നേതൃത്വം വിജിലൻസിൽ പരാതി നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന വാദവുമായി EU ജാഫർ രംഗത്ത് വന്നത്. ജാഫർ എന്നോട് സംസാരിച്ചത് ഒരു തമാശയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ കാര്യമാണ് അവിടെ പോയിട്ട് ചെയ്യുന്നത്. ഒരു മാറ്റവും ഇല്ലാതെ നേരെ വരുന്നു, പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്നു, പോണു. പിന്നെ 2 കാര്യം പറഞ്ഞത് 50 ലക്ഷം അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ്. അപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് വേറെ ആളാണ്, നഫീസയുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ആയിക്കണ്. അപ്പോൾ പിന്നെ അപ്പുറത്തെ ഓപ്ഷൻ എന്താ? 50 ലക്ഷം. അത് എങ്ങനെ കിട്ടിയിരിക്കണു എന്താ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് വരും ദിവസങ്ങളിൽ അറിയും. പിന്നെ ഇവന് അബദ്ധം പറ്റി, കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറയുമ്പോൾ അന്ന് അവിടെ വെച്ച് പറയണ്ടേ? അന്ന് വോട്ട് കഴിഞ്ഞിട്ട് CPMന്റെ ബ്ലോക്ക് മെമ്പർക്ക് കൈ കൊടുത്ത് ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റിനോട് ചിരിച്ച് സംസാരിച്ച് ആ വീഡിയോ കാണാം. അങ്ങനത്തെ പോണ അവൻ എന്ത് തെറ്റുപറ്റണ്? പിന്നെ ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നോമിനേഷൻ കൊടുക്കുന്ന പോലെ ഒരുപാട് പേപ്പറുകളോ കാര്യങ്ങളോ ഒപ്പുകളോ കാര്യങ്ങളോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ ജാഫർ കളവ് പറഞ്ഞ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്നും ജാഫർ CPIMന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയതാണെന്നും AA മുസ്തഫ പറഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ കോഴ നൽകി വാങ്ങിയ പ്രസിഡന്റ് സ്ഥാനം CPIM രാജിവെക്കണമെന്നും UDF നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും AA മുസ്തഫ അറിയിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു മാഷാണ്, ഏതെങ്കിലും സ്കൂളിൽ ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പല രീതിയിലും എന്നോട് പറഞ്ഞ കാര്യം 50 ലക്ഷം ഓഫർ എന്നാണ്. അത് ഏത് രീതിയിലും കൊടുക്കാലോ. അത്യാവശ്യം ഫണ്ട് ടീമുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ യാതൊരു സംശയവും വേണ്ട, അവന് കൃത്യമായത് കിട്ടാതെ അവധി ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, തലേ ദിവസം ഞങ്ങളോടൊക്കെ തെറ്റിയിട്ട് ഞങ്ങൾക്ക് അവൻ ഇന്നത് വേണം. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അവന് ഉൾപ്പെടുത്തി, അവന് വേണം. വൈസ് പ്രസിഡന്റ് ഷംല, പ്രസിഡന്റ് ഷാനവാസ് എല്ലാം ഫിക്സ് ചെയ്ത കമ്മിറ്റിയിൽ വളരെ സന്തോഷമായിട്ട് പോയതാണ്. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. കോഴ വിവാദത്തിൽ വിശദമായി അന്വേഷണം നടത്തണം, ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തണം. CPMന്റെ MPമാർക്കും MLAമാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ പ്രധാന തെളിവ്. ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാനാകും. ഒരു വശത്ത് മുസ്തഫ ആണെന്ന് പറയുന്ന LDFുകാർ ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം സംബന്ധിച്ച് CPM ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തൂരും LDF ചെയ്തത് ജനം കണ്ടുകഴിഞ്ഞു. BJP വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം പിടിച്ച വല്ലച്ചിറയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ല. വല്ലച്ചിറയിൽ രാജിവെക്കാൻ CPM തയ്യാറാകുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആദ്യം പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു. പാർട്ടിയുമായി കൂട്ടുകൂടിയ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കേണ്ടതാണെന്ന് KPCCയുടെ സർക്കുലറാണ്. ഞാനത് പറഞ്ഞത്, ഞാനത് പ്രവർത്തിച്ചു. ഇത് തന്നെയാണ്. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ സ്വതന്ത്രൻ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വോട്ട് ചെയ്തത് ആരാണ്? പിന്താങ്ങിയതും കോൺഗ്രസ് ആണ് അല്ലേ? അപ്പോൾ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്.
അത് റെക്ടിഫൈ ചെയ്യണം, ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റു പറയണം. എന്നാലല്ലേ, അതല്ലേ ഒരു പാർട്ടി സംവിധാനം. അല്ല, പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് സ്വാഭാവികമല്ലേ. പാർട്ടിയിൽ നിങ്ങൾ ഇവിടെ ഉള്ള ഹാളിൽ വന്നാൽ അവിടെ ഒരു ക്യാപ്ഷൻ കാണാം, കൂടണയാം കോൺഗ്രസിലേക്ക്. തെറ്റ് തിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. അതുകൊണ്ടാണ് കൂടണയാം കോൺഗ്രസ്. ഗുരുവായൂരിൽ വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. മഞ്ജുളാൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞു വരികയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പുറകെ എത്തി കൈകൊണ്ട് ബസ്സിലടിച്ചു. ബസിന്റെ ഇടതുഭാഗത്തുള്ള ക്വാർട്ടറിൽ ഗ്രാൾസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂർ സെന്ററിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാൽനട യാത്രക്കാരനെ ഓട്ടോറിക്ഷ ഇടിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കാൽനട യാത്രക്കാരനായ കരിയന്നൂർ മേലേപ്പുരയ്ക്കൽ വീട്ടിൽ കുട്ടൻ, ഓട്ടോ ഡ്രൈവറായ പാറമ്പാടം മേഞ്ചേരി വീട്ടിൽ ചാക്കോ, ഓട്ടോ യാത്രക്കാരനായ ചൊവ്വന്നൂർ ചെറുവത്തൂർ വീട്ടിൽ ജെയ്സൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി PA പ്രദീപാണ് ആനയെ നടയിരുത്തിയത്. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. രാവിലെ ശീവേലിക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ സന്നിഹിതരായിരുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ഫാസിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ വർഗീയ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 15-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന K കമറുദ്ദീൻ ജാഗ്രതാ സദസ്സിൽ CPIM പതാക ഏറ്റുവാങ്ങി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സദസ്സ് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, MB പ്രവീൺ, PG ജയപ്രകാശ്, MV പ്രശാന്ത്, PM സുരേഷ്, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഫൊറോന ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച അടിപ്പള്ളി എന്നറിയപ്പെടുന്ന തിരുഹൃദയ ചാപ്പലിന്റെ കൂദാശയും കാരുണ്യഭവനം വെഞ്ചിരിപ്പും പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. പുതിയതായി നിർമ്മിക്കുന്ന എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തിരുഹൃദയ ചാപ്പലിന്റെ കൂദാശ കർമ്മവും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ കാരുണ്യഭവനത്തിന്റെ വെഞ്ചിരിപ്പും വികാരി ഫാദർ ജോഷി അളൂർ, ഇടവകാംഗം ഫാദർ ജിജോ മുരിങ്ങത്തേരി, മുൻ കൊച്ചച്ചന്മാരായ ഫാദർ ലിജോ ചിറ്റ്ലപ്പള്ളി, ഫാദർ ഡൊമിനിക് ചാഴൂർ എന്നിവരുടെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. അടിപള്ളി കൂദാശാകർമ്മ കാർമ്മികത്വവും കാരുണ്യഭവന വെഞ്ചിരിപ്പും ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്തയും അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. പൊതുസമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഷോജോ മോൻ മഞ്ഞാടിക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ, തിരുഹൃദയമഠം മദർ സിസ്റ്റർ വിനീത മാത്യു SH, നടത്തുകൈക്കാരൻ KA ബേബി, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ സിൻഡോ KT, സംഘടന ഏകോപന സമിതി കൺവീനർ MV തോമസ്, വിശ്വാസ പരിശീലനം ഹെഡ്മാസ്റ്റർ ML ആൻഡോ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ജോഷി ആളൂർ, ഫാദർ ജിജോ മുരിങ്ങത്തേരി, ഫാദർ ലിജോ ചിറ്റ്ലപ്പിള്ളി, ഫാദർ ഡൊമിനിക് ചാഴൂർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാട്ടകമ്പാല യൂണിറ്റ് കൺവെൻഷൻ നടത്തി. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് പ്രസിഡന്റ് വത്സ കൊച്ചു അധ്യക്ഷയായി. സെക്രട്ടറി അജിത യൂണിറ്റ് റിപ്പോർട്ടും ട്രഷറർ റംഷീന വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ സെക്രട്ടറിയായി ഷീല പോൾസനെ തെരഞ്ഞെടുത്തു. ഏരിയ സെക്രട്ടറി സജിത, പ്രസിഡന്റ് ലത ബാബു, കമ്മിറ്റി അംഗം കെ കൌസല്യ, വിനീത എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി NV സതി സ്വാഗതവും സജിനി നന്ദിയും പറഞ്ഞു. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ജനുവരി 4 നടക്കും. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി കെ ജോസഫ് സുവിശേഷ സന്ദേശം നൽകും. ഇനി മുതൽ എല്ലാം ഒന്നാം ഞായറാഴ്ചയും വൈകിട്ട് 3 മുതൽ 5 വരെയാണ് പ്രതിമാസ സുവിശേഷ യോഗം നടക്കുക. വാഹന സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. NSS ക്യാമ്പിനോടനുബന്ധിച്ച് ചാലിശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ NSS ക്യാമ്പിന് വേദിയായ പെരുമണ്ണൂർ GLP സ്കൂളിൽ തേൻകനി പദ്ധതിയുടെ ഭാഗമായി ബലവൃക്ഷത്തോട്ടം നിർമ്മിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂറിന്റെ ആശയത്തിലാണ് ബലവൃക്ഷ തൈ നട്ടത്. ശാസ്ത്രീയമായി കുഴിയെടുത്ത് വളപ്രയോഗം നടത്തിയാണ് തൈകൾ നട്ടത്. കേവലം 2 വർഷങ്ങൾ കൊണ്ട് കായ്ക്കുന്ന മരം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകണമെന്ന ആശയത്തിലാണ് തേൻകനി പദ്ധതി നടപ്പാക്കിയത്. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂറിന്റെയും അധ്യാപകരായ മുകേഷ്, അബ്ദുൽ ലത്തീഫ്, PV ഹംസ, NSS പ്രോഗ്രാം ഓഫീസർ കെ തസ്നി, ലീഡർമാരായ ആര്യനന്ദ്, ശ്രേയകൃഷ്ണ എന്നിവരുടെ പിന്തുണയും മേൽനോട്ടവും ഉണ്ടാകും. ചരമം. വയലത്തൂർ നായരങ്ങാടി കൊള്ളന്നൂർ ജോണി മകൻ മോഹൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. വടക്കേക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി, റാബിറ്റ് വെഹിക്കിൾസ് പാർട്ണറുമായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8:30 വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ഞമനേങ്ങാട് വടാശ്ശേരി പരേതനായ അപ്പുണ്ണി മകൻ സുരേന്ദ്രൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. തങ്കഭാര്യയും സജിത, ഷീജ, ഷിജിത്ത് എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.